നമസ്കാരം. തിരുവനന്തപുരം മേയറുടെ വിവാദത്തിൽ അടിമുടി ദുരൂഹതകളാണ്. EP വിവാദത്തിന് ശേഷം CPM തലപുകയുന്ന സംഭവമായി മേയറുടെ KSRTC വഴിതടയൽ മാറിയിരിക്കുകയാണ്. പാവപ്പെട്ട ഒരു ഡ്രൈവറുടെ ജീവിതം വഴിമുട്ടിച്ച മേയർ തന്റെ ഭാഗം ന്യായീകരിക്കുക മാത്രമാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഒരു മേയർ എന്ന നിലയിൽ ഒരു വ്യക്തിയെ കാണാനോ കാര്യങ്ങളെ ആ രീതിയിൽ എടുക്കാനോ മേയർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇപ്പോഴും മേയർ പദവി വിട്ട CPM പ്രവർത്തക എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും ആര്യ രാജേന്ദ്രൻ സംസാരിക്കുന്നത്. എന്നാൽ ഒരു മേയർക്ക് ഇത്തരത്തിൽ നടപടിയെടുക്കാൻ അധികാരമുണ്ടോ? ഒരു നഗരത്തിന്റെ പ്രഥമ പൗരനാണ്, അല്ലെങ്കിൽ നഗരപിതാവോ മാതാവോ എന്നെല്ലാമൊക്കെ വിശേഷണമുള്ള ഒരു അധികാരിയാണ് മേയർ. അധികാര സൂചകമായ കറുത്ത ഗൗണും കോർപ്പറേഷൻ പരിധിയിൽ ശക്തമായ അധികാരങ്ങളും ഉണ്ടെങ്കിലും KSRTC വാഹനം തടയുന്നതിന് മേയർക്ക് ഒരു രീതിയിലുള്ള അധികാരവുമില്ല എന്നുള്ളതാണ് വാസ്തവം. മേയർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് KSRTCക്കും തടസ്സമില്ല. KSRTC സർവീസ് തടസ്സപ്പെട്ടാൽ സ്ഥാപനത്തിന് നഷ്ടമായ തുക പിഴയായും ഈടാക്കാം. ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ MLAക്ക് ബസ് യാത്രക്കാരോട് പുറത്തിറങ്ങാൻ പറയാൻ എന്താണ് അവകാശം? KSRTC ബസ്സിന് നഷ്ടമുണ്ടായാൽ 5 വർഷം തടവും പിഴയും, ഡ്രൈവർ അറസ്റ്റിലായെന്നും യാത്രക്കാരോട് ബസ്സിൽ നിന്ന് ഇറങ്ങാനും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA ആവശ്യപ്പെട്ടിരുന്നു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്കും സബ് ഇൻസ്പെക്ടർ മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കുമൊക്കെയാണ് ബസ്സിൽ ഇത്തരത്തിൽ പരിശോധന നടത്താനും നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെയുള്ള അധികാരമുള്ളത്. എന്നാൽ KSRTC ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്താൻ പ്രത്യേക അധികാരവും നൽകാറുണ്ട്. KSRTC ജീവനക്കാരന്റെ ജോലി തടസ്സപ്പെടുത്തൽ, ജീവനക്കാരനെ ആക്രമിക്കൽ തുടങ്ങിയവയ്ക്ക് 5 വർഷം തടവും പിഴയുമാണ് ശിക്ഷ. ബസ്സിനുണ്ടാകുന്ന കേടുപാടുകൾക്ക് നഷ്ടം ഈടാക്കി കേസുകൾ ഒത്തുതീർപ്പാക്കരുതെന്ന പ്രത്യേക നിർദ്ദേശവുമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് KSRTC സച്ചിൻ ദേവിനെതിരെ കേസെടുക്കുന്നില്ല? അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് ബസ്സിലിരുന്നവരെ ഇറക്കാനും അധികാരം ഉപയോഗിച്ച് സംസാരിക്കാനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഭാര്യ ആയതുകൊണ്ട് ആ അവകാശം സച്ചിൻ എടുത്തതാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പ്രോട്ടോകോൾ പ്രകാരം മേയർ MPക്കും മുകളിലാണ്. പ്രധാനമന്ത്രി അടക്കമുള്ള VVIPകൾ സന്ദർശനത്തിനെത്തുമ്പോൾ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും പുറമെ സ്വീകരിക്കാൻ മേയർ ഉണ്ടായിരിക്കണം. മറ്റ് സവിശേഷ അധികാരങ്ങളൊന്നും തന്നെ മേയറിനില്ല. അതുകൊണ്ട് തന്നെ നഗരത്തിലെ ഗതാഗത പരിഷ്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷ കൂടിയാണ് മേയർ. റോഡ് വൺ വേ ആക്കൽ, ഗതാഗത ക്രമീകരണം എന്നിവയടക്കം നടപ്പിലാക്കുന്നത് ഈ കമ്മിറ്റിയാണ്. പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ ബുക്കിൽ 18ാം സ്ഥാനത്താണ് മേയർ. 1ാം സ്ഥാനത്ത് രാഷ്ട്രപതിയും. KSRTC ട്രിപ്പ് മുടങ്ങിയാൽ പിഴ ട്രിപ്പ് പൂർത്തിയാക്കുന്നതിന് മുൻപ് മറ്റാരുടെയെങ്കിലും ഇടപെടലിലൂടെ KSRTC ബസ്സിന് യാത്ര റദ്ദാക്കേണ്ടി വന്നാൽ നഷ്ടം കാരണക്കാരിൽ നിന്നും ഈടാക്കാം. എന്നാൽ ഇവിടെ അത്തരത്തിൽ സച്ചിൻ ദേവിൽ നിന്നോ ആര്യയിൽ നിന്നോ ഈടാക്കാവുന്നതാണ്. തമ്പാനൂരിൽ സർവീസ് അവസാനിപ്പിക്കേണ്ടി വന്ന ബസ്സിന് മേയറുടെയും ബന്ധുക്കളുടെയും ഇടപെടലിലൂടെ 1 കിലോമീറ്റർ അകലെ പാളയത്താണ് യാത്ര റദ്ദാക്കേണ്ടി വന്നത്. ഇതിനാൽ KSRTCക്ക് യാത്രാ നഷ്ടം ഇല്ല. വഴിയിലായ യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കണമെന്നാണ് നിയമം. ഇത് പാലിക്കപ്പെട്ടിട്ടുമില്ല. ആ കേസിൽ മേയർക്കെതിരെ കേസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഉയർന്നത്. അതിന് പിന്നാലെയാണ് സത്യം തെളിയിക്കാൻ കഴിയുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ നോക്കിയപ്പോൾ മെമ്മറി കാർഡ് കണ്ടില്ല എന്ന ഗുരുതരമായ വാർത്ത കൂടി പുറത്തു വരുന്നത്. മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് ആരായിരിക്കും? കാണാതായ മെമ്മറി കാർഡിനെതിരെ ഡ്രൈവറും രംഗത്ത് എത്തിയിട്ടുണ്ട്. അവർ തെളിവ് നശിപ്പിക്കുമെന്നും തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുമൊക്കെ പറഞ്ഞതായി ഡ്രൈവറിന്റെ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ ആര്യ രാജേന്ദ്രന്റെ ഭാവി ചോദ്യചിഹ്നമായി മാറുകയാണ്.